വെൽക്കം ടു AZB അക്കാഡമി. നമ്മളപ്പം KSCB വർക്കറിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ITI വയർമാൻ ആൻഡ് ഇലക്ട്രീഷ്യൻ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന KSCB വർക്കർ എന്നുള്ള ഈ ഒരു പോസ്റ്റിലേക്ക്. ആദ്യമായിട്ടാണ് ITI ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഈ ഒരു എക്സാം നടത്തുന്നത്. മാത്രമല്ല ഇത് സ്ത്രീകൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു എക്സാമാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഈ ഒരു പോസ്റ്റിലേക്ക് സ്ത്രീകളെ കൂടെ പരിഗണിക്കുന്നത്. അതുമാത്രമല്ല ITI കഴിഞ്ഞിട്ടുള്ളവർക്ക് മാത്രമേ ഈ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. അങ്ങനൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. അതായത് ITI വിത്ത് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് കൊടുക്കാം, അതല്ലാതെ ഹയർ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ അല്ലെങ്കിൽ BTech ഉള്ളവർക്കൊന്നും തന്നെ ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് ITIക്കാർക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ്ലി ചെയ്തിട്ടുള്ള ഒരു എക്സാമാണ്. അപ്പോൾ നമുക്കിന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു റെസിസ്റ്ററിൻ്റെ നാലാമത്തെ കളർ ബാൻഡ് എന്തിനെ സൂചിപ്പിക്കുന്നു? അത് റെസിസ്റ്റർ എന്ന് പറയുന്ന റെസിസ്റ്റൻസിൻ്റെ കളർ കോഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചോദ്യമാണിത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു റെസിസ്റ്ററിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ബാൻഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിജിറ്റിനെ സൂചിപ്പിക്കുന്നു. അതായത് കളർ കോഡിങ് അനുസരിച്ചിട്ട് നമ്മളെ 0, 1, 2, 3 അങ്ങനെ വരുന്ന കളർ കോഡിനെ അനുസരിച്ചിട്ടാണ് എന്ത് തീരുമാനിക്കുക, ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ എത്രയാണെന്ന് തീരുമാനിക്കുക. അതിൽ ഫസ്റ്റ് ബാൻഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിജിറ്റിനെ സൂചിപ്പിക്കുന്നു, സെക്കൻഡ് ബാൻഡ് എന്ന് പറയുന്നത് സെക്കൻഡ് ഡിജിറ്റിനെ സൂചിപ്പിക്കുന്നു, മൂന്നാമത്തെ ബാൻഡ് എന്ന് പറയുന്നത് മൾട്ടിപ്ലയറിനെയാണ് കേട്ടോ. 10ൻ്റെ മൾട്ടിപ്ലയറിനെയാണ് നോക്കുന്നത്. അപ്പം എത്രയാണ് എന്നുള്ളത് ഇപ്പോൾ 10 ആണോ 100 ആണോ 1000 ആണോ എന്നുള്ളത് നമുക്ക് ആ ടേബിൾ നോക്കിയിട്ടായിരിക്കും അത് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് വരുന്ന നാലാമത്തെ കളർ ബാൻഡ് എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. നാലാമത്തെ കളർ ബാൻഡ് എന്ന് പറയുന്നത് ടോളറൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്താണ്? ടോളറൻസ് ആണ് കേട്ടോ. ടോളറൻസ് വാല്യൂവിനെ സൂചിപ്പിക്കുന്നതാണ് നാലാമത്തെ വാല്യൂ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ടോളറൻസ്. ഇനി എന്താണ് ടോളറൻസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരു റെസിസ്റ്ററിന് ഇപ്പം 100 ഓം ആണെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റ് 100 തന്നെ ചിലപ്പോൾ കിട്ടണമെന്നില്ല, 100 ഓം തന്നെ കിട്ടണമെന്നില്ല. ഒന്നെങ്കിൽ ചെറിയ വേരിയേഷൻസ് സംഭവിക്കാം. ഇതിൽ ടോളറൻസ് നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്ന് ഗോൾഡൻ ലൈനായിട്ടും അല്ലെങ്കിൽ സിൽവർ ലൈനായിട്ടായിരിക്കും. സിൽവർ ആണെന്നുണ്ടെങ്കിൽ 10% ടോളറൻസും, ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ 5% ടോളറൻസും ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതായത് ഇപ്പോൾ 100 ഓം ആണെന്നുണ്ടെങ്കിൽ ഗോൾഡൻ ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ അത് 105 ആവാം അല്ലെങ്കിൽ 95 ആവാം. സിൽവർ ആണെന്നുണ്ടെങ്കിൽ അത് 110 ആവാം അല്ലെങ്കിൽ 90 ഓം ആകാം. ഇതാണ് ടോളറൻസ് എന്നുള്ള അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്? നാലാമത്തെ ഒരു റെസിസ്റ്ററിലുള്ള നാലാമത്തെ കളർ ബാൻഡ് എന്ന് പറയുന്നത് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ടോളറൻസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അത് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം, സോൾഡറിങ് ചെയ്യുമ്പോൾ ഫ്ലെക്സ് ഉപയോഗിക്കേണ്ട ആവശ്യകത എന്താണെന്നുള്ളതാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, സോൾഡറിങ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് അതിലുള്ള കണക്ഷൻസ് കൊടുക്കുന്നത് എന്തിൻ്റെ സഹായത്തോടെയാണ്? നമ്മുടെ സോൾഡറിങ് അയണിൻ്റെ സഹായത്തോടെയാണ്. സോൾഡറിങ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ടൂൾസ് എന്തൊക്കെയാണ്? സോൾഡറിങ് അയൺ ഉണ്ടാവണം, അതുപോലെ തന്നെ ലെഡ് ഉണ്ടാവണം, അതുപോലെ തന്നെ ഫ്ലെക്സ് ഉണ്ടാവണം. ഫ്ലെക്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതിൻ്റെ ഓപ്ഷൻസ് ഞാൻ വായിക്കാം. താപനില ഉയർത്താൻ വേണ്ടിയിട്ടാണോ? അല്ലെങ്കിൽ താപനില കുറയ്ക്കാൻ, അതിനാണോ? ഡീഓക്സിഡേഷൻ, ലാസ്റ്റ് നൺ ഓഫ് ദിസ് അല്ലെങ്കിൽ ഇവയിലൊന്നുമല്ല എന്നുള്ള ഓപ്ഷനാണ്. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഡീഓക്സിഡേഷൻ ആൻഡ് ക്ലീനിങ്. നമ്മൾ സോൾഡറിങ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഡീഓക്സിഡേഷൻ നിലനിർത്താനും അതുപോലെ തന്നെ നമ്മൾ സോൾഡർ ചെയ്യുന്ന ആ സർഫസ് ക്ലീൻ ആക്കാനും വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ക്ലീൻ ആയിട്ട് നിലനിർത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുക? നമ്മൾ ഫ്ലെക്സ് ഉപയോഗിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അത് ഓർത്തിരിക്കുക. ഫ്ലെക്സ് ഉപയോഗിക്കുന്നത് ഡീഓക്സിഡേഷൻ ആൻഡ് ക്ലീനിങ്. അടുത്തത്, ഫ്ലെമിങ്സിൻ്റെ വലതുകൈ നിയമത്തിൽ തള്ളവിരൽ എന്തിനെ സൂചിപ്പിക്കുന്നു? അതാണ് അടുത്ത ചോദ്യം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. ഫ്ലെമിങ്സിൻ്റെ 2 റൂൾസ് ആണുള്ളത്. ഒന്ന് റൈറ്റ് ഹാൻഡ് റൂൾസ്, മറ്റൊന്ന് ലെഫ്റ്റ് ഹാൻഡ് റൂൾസ്. അപ്പോൾ അതിൽ റൈറ്റ് ഹാൻഡ് റൂൾസിൽ തള്ളവിരൽ, അതായത് തമ്പ് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. അതായത് ഫ്ലെമിങ്സിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് ഈ രീതിയിൽ നമ്മൾ പിടിക്കുക. കണ്ടോ, ഈ 3 ഫിഗേഴ്സ്, തമ്പ്, ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ. ഇതിൽ തമ്പ് എന്ന് പറയുന്നത്
എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? കണ്ടക്ടറിൻ്റെ മോഷനെയാണ്. മോഷൻ ഓഫ് ദി കണ്ടക്ടർ, അതാണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത്. ഈ 4 ഫിംഗർ എന്ന് പറയുന്നത് ഇത് 4 ഫിംഗർ എന്ന് പറയുന്നത് എന്തിനെയാണ്? അത് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഈ മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് കറണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താണ്? കണ്ടക്ടറിൻ്റെ മോഷൻ ഓഫ് ദി കണ്ടക്ടർ. അടുത്ത ചോദ്യം, ഒരു അണ്ടർഗ്രൗണ്ട് കേബിളിലെ മെറ്റാലിക് ഷീത്ത് എന്ന ഭാഗത്തിൻ്റെ ആവശ്യകത എന്ത്? അല്ലേ, അണ്ടർഗ്രൗണ്ട് കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളെപ്പോഴും ഈ ഓവർഹെഡ് ലൈൻ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുക. പല സാഹചര്യങ്ങളിലും നമുക്ക് എന്ത് ഉപയോഗിക്കേണ്ടി വരും? അണ്ടർഗ്രൗണ്ട് കേബിൾസ് ഉപയോഗിക്കേണ്ടി വരും. ഈ അണ്ടർഗ്രൗണ്ട് കേബിൾ എന്ന് പറയുന്നത് ഒരുപാട് ലെയേഴ്സുമായിട്ട് വന്നിട്ടുള്ള ഒരു കേബിളാണ്. അല്ലാതെ ഒരൊറ്റ കോർ കേബിൾ മാത്രം അടങ്ങുന്നതല്ല. അതിന് ഭൂമിക്കടിയിൽ കിടക്കേണ്ടത് കൊണ്ട് ഒരുപാട് പ്രൊട്ടക്ഷൻ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് എന്തിലേക്ക് എത്തുക? ഈ പറഞ്ഞ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുക. അപ്പോൾ ഇവിടുത്തെ ഉദ്ദേശം എന്ന് വെച്ചാൽ അതിൽ മെറ്റാലിക് ഷീത്ത് എന്ന് പറയുന്ന ആ ഒരു ലെയർ എന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഭൂമിക്കടിയിൽ കിടക്കുകയാണല്ലോ. ഭൂമിക്കടിയിൽ കിടക്കുമ്പോൾ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളും എല്ലാം വന്നിട്ട് അതിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഇൻസുലേഷന് വേണ്ടിയിട്ടാണോ, മോയ്സ്ചർ കെമിക്കൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഇവയൊന്നുമല്ലേ? അതാണ് നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് മോയ്സ്ചർ കെമിക്കൽ പ്രൊട്ടക്ഷൻ. ഏതാണ്? മോയ്സ്ചർ കെമിക്കൽ പ്രൊട്ടക്ഷൻ. ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഏതാണ് ഒരു പ്രൈമറി സെൽ? എന്തിനാണ് നമ്മൾ സെല്ല് ഉപയോഗിക്കുന്നത്? നമുക്ക് EMF ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സെല്ല് അല്ലെങ്കിൽ ബാറ്ററി എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. അതിൽ പല ടൈപ്പ് സെല്ലുണ്ട്. പ്രൈമറി സെല്ലുണ്ട്, സെക്കൻഡറി സെല്ലുണ്ട്. പ്രൈമറി സെൽ എന്ന് പറയുന്നത് നമുക്ക് അത് യൂസ് ആൻഡ് ത്രോ എന്നുള്ളൊരു പ്രിൻസിപ്പിളാണ്. നമ്മുടെ ആവശ്യം മീൻസ് അതിൻ്റെ ഒരു ഇത് കഴിഞ്ഞാൽ, അതിൻ്റെ ആ ഒരു ചാർജിങ് കപ്പാസിറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റത്തില്ല, നമുക്കത് കളയാനേ പറ്റത്തുള്ളൂ. സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്, താഴെ പറയുന്നത് ഏതാണ് ഒരു പ്രൈമറി സെൽ? പ്രൈമറി സെല്ലിൻ്റെ കാറ്റഗറിയിൽ പെടുന്നത് ഏതാണ്? ഡ്രൈ സെല്ലാണ് കേട്ടോ. ഡ്രൈ സെല്ലിൻ്റെ ഒരു ഫിഗറും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രൈമറി സെല്ലിൽ പെടുന്ന ഒരു സെല്ലാണ് ഏതെന്ന് പറയുന്നത്? ഡ്രൈ സെൽ. ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ഡ്രൈ സെൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്തായിട്ടുള്ളത്? നിങ്ങളുടെ എക്സാമിൻ്റെ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളത് പ്രിപ്പറേഷനിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ തറവാക്കി തന്നെ ഇരിക്കുക. അപ്പോൾ നമ്മുടെ കൂടുതൽ വീഡിയോസിനായി നമുക്ക് നമ്മുടെ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ ആപ്പിൽ ജോയിൻ ചെയ്യുക. എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരുപാട് വർഷത്തിന് ശേഷം വിളിച്ചിരിക്കുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ITA വയർമാൻ ഇലക്ട്രീഷ്യൻ കഴിഞ്ഞിട്ടുള്ള എന്താ പറയുക, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. അപ്പോൾ നമ്മുടെ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.